ഇന്ന് PLA ആണ് പറഞ്ഞു പോകുന്നത്. അതായത് PLA എന്ന് പറയുന്നത് PLA, RPLA ഈ രണ്ട് സെക്ഷനും പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്കൊരു തലവേദന ആവരുത് എന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തുടക്കത്തിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് 1/2/1884 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് PLA. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ആർക്കൊക്കെ എലിജിബിലിറ്റി ഉണ്ട്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റൽ എംപ്ലോയീസിന് ബെനിഫിറ്റ് കിട്ടാത്ത രീതിയിലായിരുന്നു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പിന്നീട് അമെൻഡ് ചെയ്യപ്പെട്ട് ഇപ്പം അറിയാമല്ലോ, നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പം എലിജിബിലിറ്റി ഉണ്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അത് ആർക്കൊക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഏരിയയാണ്, എന്നാലും പറഞ്ഞേക്കാം ജസ്റ്റ് ഒന്ന്. ഫോളോയിങ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഡിഫൻസ് സർവീസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ്, ലോക്കൽ ഫണ്ട്, പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നാഷണലൈസ്ഡ് ആൻഡ് റൂറൽ ബാങ്ക്സ്, അങ്ങനെ ഒരുപാട് ചവർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസിന്, പിന്നെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തവർക്ക് MBBS, പിന്നെ BDS ഡോക്ടർ, BTech, BE എഞ്ചിനീയേഴ്സ്, പിന്നെ MBA പ്രൊഫഷണൽസ്, BPharm, MPharm, കെമിസ്ട്രി, BEd, MEd ടീച്ചേഴ്സ്, BArc, അങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തവർക്കും എല്ലാം PLA ചേരാവുന്നതാണ്. പിന്നെ ഇനി 6 ടൈപ്പ് പോളിസികളാണുള്ളത്. ഹോൾ ലൈഫ് അഷുറൻസ്, എൻഡോമെന്റ് അഷുറൻസ്, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ്, ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, ജോയിന്റ് ലൈഫ് അഷുറൻസ്, ചിൽഡ്രൻസ് പോളിസി, അതായത് ബാൽ ജീവൻ ബീമ. അപ്പോൾ ഇതിനെല്ലാം ഹിന്ദിയിൽ പേരുകളുണ്ട്. ഹോൾ ലൈഫ് അഷുറൻസിന് സുരക്ഷയെന്നും, എൻഡോമെന്റ് അഷുറൻസിന് സന്തോഷമെന്നും, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസിന് സുവിധയെന്നും, ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസിന് സുമംഗളെന്നും, ജോയിന്റ് ലൈഫ് അഷുറൻസിന് യുഗൾ സുരക്ഷയെന്നും, ചിൽഡ്രൻസ് പോളിസിക്ക് ബാൽ ജീവൻ ഭീമ എന്നും. അപ്പോൾ ഇത് ഒരു കോഡ് വൈസ് ഓർത്തിരിക്കാൻ ഉള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഹോൾ സുരക്ഷ, മൊത്തത്തിൽ ഒരു സുരക്ഷ, അങ്ങനൊരു വാക്ക് നമ്മൾ ഓർത്ത് വെച്ചിരുന്നത്. ഹോൾ ലൈഫ് അഷുറൻസിന് സുരക്ഷ എന്നാണ് ഹിന്ദിയിലെ പേരെന്ന് ഓർത്തിരിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പേര് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഹിന്ദി പേരുകളെ. പിന്നെ എൻഡോമെന്റ് അഷുറൻസ്, അപ്പോൾ അതിൻ്റെ ഒരു കോഡെന്ന് പറയുന്നത് എൻഡോ സന്തോഷം, സന്തോഷത്തിൻ്റെ അവസാനം എന്നുള്ളൊരു വാക്കേ, എൻഡോ സന്തോഷം. അപ്പോൾ നമുക്ക് എൻഡോമെന്റ് അഷുറൻസ് എന്ന് കേൾക്കുമ്പോഴേ സന്തോഷ് എന്ന് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസിൻ്റെ പേര് സുവിധ എന്നാണ്. അപ്പോൾ കൺവേർട്ടബിൾ സംവിധാനം, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം, അതായത് കൺവേർട്ടബിൾ സംവിധാനം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് നിൽക്കുമ്പോൾ സുവിധ എന്ന് ഓർക്കാൻ പറ്റും, കൺവേർട്ടബിൾ സംവിധാനം എന്നുള്ളതിനകത്ത്. പിന്നെ ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, അത് സുമംഗൾ എന്നാണ്. അപ്പോൾ അതിന് കോഡെന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് മാരേജ് അല്ലെങ്കിൽ മംഗല്യം, ആന്റിസിപ്പേറ്റഡ് മാംഗല്യം, പ്രതീക്ഷിച്ചിരുന്ന കല്യാണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസിന് സുമംഗൾ മാംഗല്യം, അപ്പം സുമംഗൾ നോർത്താൻ പറ്റും. പിന്നെ ജോയിന്റ് ലൈഫ് അഷുറൻസ്, അപ്പം ജോയിന്റ് ആയിട്ടുള്ള കുറച്ച് യുവാക്കൾ നോർത്താൽ മതി. അപ്പം യുവാക്കൾ എന്നുള്ളത് യുഗൾ നോർത്തിരിക്കാൻ പറ്റും, യുഗൾ സുരക്ഷ. ജോയിന്റ് ലൈഫ് അഷുറൻസ്, യുഗൾ സുരക്ഷ. പിന്നെ ചിൽഡ്രൻസ് പോളിസി, അത് ബാൽ ജീവൻ ഭീമ, BJP എന്ന് വല്ല ഓർത്തിരിക്കാം. ബാൽ ജീവൻ അറിയാലോ, ചിൽഡ്രൻ ബാൽ. അപ്പം അത് ഓർത്തിരിക്കാൻ വലിയ വേറെ ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു തന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ 6 പേരിൻ്റെയും ഹിന്ദി പഠിക്കാനുള്ള ടെക്നിക്കാണ്. ഈ ഞാൻ പറയാൻ പോകുന്നത്, ഈ പോളിസികൾ 6 ഞാൻ പറയാൻ പോകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും കുറച്ച് എഫേർട്ട് എടുത്ത് നമുക്ക് ഇതിനകത്ത് ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ മാർക്ക് മേടിച്ചെടുക്കാം എന്ന രീതിയിലാണ്. അപ്പം അത് ആദ്യം ഹോൾ ലൈഫ് അഷുറൻസ്, സുരക്ഷ. അപ്പോൾ അത് ദിസ് ഇസ് എ സ്കീം വേർ ദ അഷുറൻസ്, അതായത് 80 വയസ്സ് ആകുമ്പോഴത്തേക്ക് ഇത് മെച്യൂരിറ്റി ആവും. 80 വയസ്സോ അല്ലെങ്കിൽ അയാളുടെ മരണമോ ഇൻഷുറൻസിന്റെ മരണമോ ഏതാണോ നേരത്തെ നടക്കുന്നത്, അപ്പോൾ അതിന്റെ മെച്ചം നമുക്ക് കിട്ടും. അപ്പോൾ ഈ 6 ടൈപ്പുകളിലും നമുക്ക് മിനിമം ആൻഡ് മാക്സിമം ഏജ് അറ്റ് എൻട്രി, ഈ ഒരു പോളിസിയിൽ നമുക്ക് പ്രവേശിക്കാവുന്ന ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതുമായ ഏജ് പഠിക്കണം. പിന്നെ മിനിമം സം അഷ്വേർഡ്, മാക്സിമം സം അഷ്വേർഡ്, എത്ര കുറഞ്ഞ് നമുക്ക് ചേരാം, എത്ര കൂടിയ തുകയ്ക്ക് നമുക്ക് ചേരാം, അത് പഠിക്കണം. ലോൺ ഫെസിലിറ്റി, അതായത് ഈ പോളിസിക്കൊക്കെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ആ ലോൺ ഫെസിലിറ്റി എത്ര വർഷം കഴിഞ്ഞാണ് ഓരോ പോളിസിക്കും വ്യത്യസ്തമാണ്. ചില പോളിസിക്ക് ഇല്ല,
അപ്പോൾ ലോൺ ഫെസിലിറ്റി എത്ര വർഷം കഴിഞ്ഞാണ് തന്നിട്ടുള്ളത്. പിന്നെ സറണ്ടർ ഫെസിലിറ്റി, സറണ്ടർ ചെയ്തിട്ട് അതിൻ്റെ തുക നമുക്ക് മേടിക്കാനുള്ള ആ സറണ്ടർ ഫെസിലിറ്റി എത്ര വർഷം കഴിഞ്ഞാണ് ഓരോ പോളിസിക്കും. പിന്നെ ബോണസ്, ഓരോ പോളിസിക്കും എത്രയാണ് ബോണസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും ഈ 6 എണ്ണത്തിനും നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ ജോലി. അത് എത്രയും കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹോൾ ലൈഫ് അഷുറൻസിന്റെ കേസിൽ മിനിമം ആൻഡ് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 19 to 55 ഇയേഴ്സ് ആണ്. 19 വയസ്സിനും 55 വയസ്സിനും ഇടയിലായിരിക്കണം അതിന്റെ മിനിമം ആൻഡ് മാക്സിമം ഏജ് അറ്റ് എൻട്രി. അല്ല 60 വയസ്സായ കിളവൻ അങ്ങോട്ട് കയറി ചെന്ന് ഹോൾ ലൈഫ് അഷുറൻസ് താന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല. 19നും 55നും ഇടയ്ക്ക്. പിന്നെ മിനിമം സം അഷ്വേർഡ്, മാക്സിമം സം അഷ്വേർഡ് 20,000 തൊട്ട് 50 ലക്ഷം വരെയാണ് മിനിമം സം അഷ്വേർഡും മാക്സിമം സം അഷ്വേർഡും. അതായത് 20,000 നമുക്ക് ചേരാം, കൂടിപ്പോയത് 50 ലക്ഷത്തിൽ നമുക്ക് ചേരാം. ലോൺ ഫെസിലിറ്റി ആഫ്റ്റർ 4 ഇയേഴ്സ്, 4 വർഷം കഴിയുമ്പോൾ ലോൺ ഫെസിലിറ്റി ഉണ്ട്. സറണ്ടർ ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വർഷം കഴിയുമ്പോൾ സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് സറണ്ടർ വാല്യൂ കിട്ടും. ഈ സറണ്ടർ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. നമ്മുടെ അടച്ചിട്ടുള്ള പ്രീമിയം അതിൻ്റെ കാലഘട്ടം ഒക്കെ വെച്ച് അതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് സറണ്ടർ വാല്യൂ 3 വർഷം കഴിഞ്ഞാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ എഫേർട്ട് എടുത്ത് മാർക്കിനകത്ത് നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഡിക്ലെയർഡ് ബോണസ് 76 രൂപ പെർ 1,000, 1000 രൂപയ്ക്ക് 76 രൂപ. അപ്പം നമ്മൾ ലക്ഷത്തിന് കണക്കൂട്ടി നോക്കണം. അപ്പോൾ 1000-ന് 76 രൂപയാണ് അതിൻ്റെ ഡിക്ലെയർഡ് ബോണസ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 76 രൂപയാണ്. ഇനി കാലം മാറുന്നതനുസരിച്ച് മാറ്റം ചെയ്യപ്പെടാം. അപ്പം ഇത്രയാണ് ഹോൾ ലൈഫ് അഷുറൻസിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അടുത്തത് എൻഡോമെന്റ് അഷുറൻസ് അഥവാ സന്തോഷ്. അപ്പം സന്തോഷം എൻഡോമെന്റ് അഷുറൻസ്. ഈ എൻഡോമെന്റ് അഷുറൻസിനകത്ത് നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ഏജ് ഓഫ് മെച്യൂരിറ്റി ഉണ്ട്. അതായത് എപ്പം മെച്യൂരിറ്റി ആവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മറ്റേ നേരത്തെ ഹോൾ ലൈഫ് അഷുറൻസിൽ പറഞ്ഞില്ലേ 80 വയസ്സാവണം അല്ലെങ്കിൽ ആൾ തട്ടിപ്പോണം. ഇതിലങ്ങനല്ല, നമുക്ക് 30 അങ്ങനെ തീരുമാനിക്കാം എപ്പോൾ വേണം നമ്മുടെ മെച്യൂരിറ്റി കാലയളവ്. അപ്പോൾ 35, 40, 45, 50, 55, 58, 60 ഇതൊക്കെയാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന പ്രീ ഡിറ്റർമിൻഡ് ഏജ് ഓഫ് മെച്യൂരിറ്റി. ഇത് ഇത്രയും ഇത് പഠിച്ചില്ലെങ്കിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. താഴെ പറയുന്ന ഈ മിനിമം മാക്സിമം ഏജ്, ലോണ്, സറണ്ടർ ഇതൊക്കെ പഠിച്ചിരുന്നാൽ മതിയോ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പ്രീ ഡിറ്റർമിൻഡ് മെച്യൂരിറ്റി കാലയളവ് പറയാൻ പറ്റുന്ന ഒരു ടേമാണ് എൻഡോമെന്റ് അഷുറൻസ് അഥവാ സന്തോഷ്. അപ്പോൾ അതിന്റെ മിനിമം ആൻഡ് മാക്സിമം ഏജ് അറ്റ് എൻട്രി എന്ന് പറയുന്നത് 19 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയാണ്. മിനിമം സം അഷ്വേർഡ് 20,000 രൂപയാണ്. മാക്സിമം 50 ലക്ഷമാണ്. ലോൺ ഫെസിലിറ്റി 3 വർഷം കഴിഞ്ഞാണ്. സറണ്ടർ 3 വർഷം കഴിഞ്ഞാണ്. ലാസ്റ്റ് ഡിക്ലെയർഡ് ബോണസ്, അതായത് ബോണസ് എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് 52 രൂപയാണ്. തീർന്ന് എൻഡോമെന്റ് അഷുറൻസ് തീർന്ന്. കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ്. കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഹോൾ ലൈഫ് അഷുറൻസ് പോളിസി വിത്ത്, അതായത് ഇത് ഒരു ഹോൾ ലൈഫ് അഷുറൻസ് പോളിസിയാണ്. ഇതിങ്ങനെ പോവും. 5 വർഷം കഴിഞ്ഞത് എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് വേണേ കൺവേർട്ട് ചെയ്യാം നമുക്ക്. വേണേൻ അല്ലെങ്കിൽ അത് ഹോൾ ലൈഫ് അഷുറൻസ് ആയിട്ട് തന്നെ പോകും. ദിസ് ഇസ് എ ഹോൾ ലൈഫ് അഷുറൻസ് പോളിസി വിത്ത് ആഡഡ് ഫ്യൂച്ചർ ഓഫ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് എൻഡോമെന്റ് അഷുറൻസ് പോളിസി അറ്റ് ദ എൻഡ് ഓഫ് 5 years ഓഫ് ടേക്കിംഗ് പോളിസി. അതായത് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഹോൾ ലൈഫ് അഷുറൻസ്, ഇത് കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് അഥവാ സുവിധ എന്ന് പറയുന്നത് ഹോൾ ലൈഫ് അഷുറൻസ് തന്നെയാണ്. പക്ഷേ കൺവേർട്ടബിൾ ഓപ്ഷൻ ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് എൻഡോമെന്റ് അഷുറൻസിലോട്ട് മാറാം. അപ്പോൾ നമുക്ക് ഈ പോളിസിയുടെ പേര് പഠിക്കുമ്പോൾ WLA, ഹോൾ ലൈഫ് അഷുറൻസ് WLA, EA അങ്ങനെ ഷോർട്ട് ഫോം എഴുതി ശീലിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ടിപ്പ്. അപ്പം ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് WLA to EA കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ WLA ആയിട്ട് തന്നെ പോകും, ഹോൾ ലൈഫ് അഷുറൻസ് ആയിട്ട് തന്നെ പോകും. അതിൻ്റെ ബോണസും കാര്യങ്ങളല്ല, ഹോൾ ലൈഫ് അഷുറൻസ് ആയിട്ട് തന്നെ പോകും. ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുന്ന വെച്ചോ, അതായത് ഹോൾ ലൈഫ് അഷുറൻസിനെ നമ്മൾ എൻഡോമെന്റ് EA ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ ബോണസൊക്കെ വ്യത്യാസപ്പെടും. ഇപ്പം ഹോൾ ലൈഫ് അഷുറൻസിന്റെ ബോണസ് എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് 76 രൂപയാണ്. കൺവേർട്ട് ഈ എൻഡോമെന്റ് അഷുറൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് 52 രൂപ വെച്ച് ബോണസ് ആവും. മനസ്സിലായില്ലേ? അപ്പം അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ മിനിമം ഏജ് ആൻഡ് മാക്സിമം ഏജ് 19 to 50 ഇയേഴ്സ് ആണ് എൻ്റെ മിനിമം ടു മാക്സിമം ഏജ്. ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ ഇതിന് പറഞ്ഞ 2 എണ്ണം 19 to 55 ഇയേഴ്സ് ആയിരുന്നത് 19 to 50 ഇയേഴ്സ് ആണ്. പിന്നെ മിനിമം സം അഷ്വേർഡ് 20,000 to 50 ലക്ഷം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പിന്നെ ലോൺ ഫെസിലിറ്റി 4 വർഷം ശേഷം നമുക്ക് ലോൺ എടുക്കാം.
സറണ്ടർ എന്ന് പറയുന്നത് 3 വർഷമാണ്. ഡിക്ലെയർഡ് ബോണസ് എന്ന് പറഞ്ഞാൽ 76/1000. അതായത് 76 എന്ന് പറയുന്നത് ഏതാ ഹോൾ ലൈഫ് അഷുറൻസിന്റെ ബോണസ് തന്നെ. ഇതിന്റെ ബോണസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 52 മാറും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം 3 പോളിസി തീർന്നു. ഇനി അടുത്ത ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ് ആണ് സുമംഗൾ. ആന്റിസിപ്പേഷൻ അതായത് പ്രതീക്ഷ എന്നാണ് ആ വാക്കിനർത്ഥം. അതായത് ഇതിനകത്ത് ഇത് പീരിയോഡിക്കൽ റിട്ടേൺ തരുന്ന ഒരു പോളിസിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സമ്മഷോന്റെ കുറച്ച് ശതമാനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് ആന്റിസിപ്പേഷൻ, ഒരു പ്രതീക്ഷയുണ്ട്. അതായത് തുറന്ന് പറയാം എന്താന്ന്. ഇതിനകത്ത് 2 പോളിസി ടൈമാണുള്ളത്. 15 ഇയറിൻ്റെ പോളിസി ഉണ്ട്, 20 ഇയറിൻ്റെ പോളിസി ഉണ്ട്. മിനിമം ഏജ് രണ്ടിനും 19 ഇയറാണ്, 19 വയസ്സാണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 20 വർഷ പോളിസിക്കാണെങ്കിൽ 40 വയസ്സും 15 വർഷ പോളിസിക്കാണെങ്കിൽ 45 വയസ്സും. ഓക്കെ, 20 വർഷ പോളിസിക്കാണ് 40 വയസ്സും 15 വർഷ പോളിസിക്കാണെങ്കിൽ 45 വയസ്സും ആണ് ഇതിൻ്റെ മാക്സിമം ഏജ്. പിന്നെ സമ്മഷോർഡ് മിനിമം മാക്സിമം നേരത്താണ് പറയണക്കാൻ 20,000 ടു 50 ലക്ഷം. പിന്നെ അടുത്താണ് പറയുന്നത് ഈ ആന്റിസിപ്പേഷൻ. അതായത് 15 ഇയർ പോളിസിക്കാണെങ്കിൽ 20% ഓഫ് സമ്മഷോർഡ് 6 വർഷം കഴിയുമ്പോഴത്തേക്കും, 9 വർഷം കഴിയുമ്പോഴത്തേക്കും, 12 വർഷം കഴിയുമ്പോഴത്തേക്കും കിട്ടും. ബാക്കി 40% ഓഫ് സമ്മഷോർഡ്. ഇപ്പം 20% സമ്മഷോർഡ് ഫുൾ സമ്മഷോർഡ് എന്ന് പറഞ്ഞാൽ 100%. അതിൻ്റെ 20% 6, 9, 12 വർഷം. അപ്പം 20, 20, 20, ഇത് 40, 60%. ബാക്കി അപ്പം 60% ഓഫ് സമ്മഷോർഡ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബാക്കി 40% ഓഫ് സമ്മഷോർഡും വിത്ത് ബോണസും കൂടി മെച്യൂരിറ്റി ടൈമിന് കിട്ടുന്നു. മനസ്സിലായില്ലേ? അതാണ് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്. പ്രതീക്ഷ ഇടയ്ക്കിടയ്ക്ക് നമുക്കിന് അതിൻ്റെ ഇതിൽ എന്താ പറയുക പീരിയോഡിക്കലായിട്ട് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ 20 വർഷം അടുത്ത 15 വർഷ പോളിസി കഴിഞ്ഞു. ഇനി 20 വർഷത്തെ പോളിസി ആകുമ്പോഴത്തേക്കും 20% ഓൺ 8, 12, 16. 8 വർഷം കഴിയുമ്പോഴത്തേക്കും, 12 വർഷം കഴിയുമ്പോഴത്തേക്കും, 16 വർഷം കഴിയുമ്പോഴത്തേക്കും 20% വെച്ചിട്ട്, അതായത് സമ്മഷോർഡ് 20% വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 8 ഈ 6, 9, 12 ഇൻ കേസ് ഓഫ് 15 ഇയർ പോളിസി, 8, 12, 16 ഇൻ കേസ് ഓഫ് 20 ഇയർ പോളിസി ഓർത്തിരിക്കണം. 8, 12, 16, 6, 9, 12 ഇങ്ങനെ ആ വർഷം കഴിയും തോറും നമുക്ക് സമ്മഷോർഡിന്റെ 20% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബോണസ് 48/1000 ആണ് എൻ്റെ ബോണസ് എന്ന് പറയുന്നത്. ബോണസ് വളരെ കുറവാണ്. കാരണം നമുക്ക് പീരിയോഡിക്കലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ ലോണും ഇല്ല, സറണ്ടറും ഇല്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് റിട്ടേൺ തരികയും വേണം, ലോണും തരണം, സറണ്ടറും തരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഈ ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസിന് ലോണും സറണ്ടറും ഇല്ല. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിൻ്റെ ആന്റിസിപ്പേറ്റഡ്, അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലോണും സറണ്ടറിൻ്റെ ഉള്ള സൗകര്യമൊക്കെ തരുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങ് ഓർത്തിരിക്കാം. ആ ലോണും ഇല്ല, സറണ്ടർ പരിപാടിയും ഇല്ല. പിന്നെ അടുത്തത് ജോയിന്റ് ലൈഫ് അഷുറൻസ് ആണ്. അതായത് യുഗൽ സുരക്ഷ. ജോയിന്റ് ലൈഫ് അഷുറൻസ് എന്ന് പറയുമ്പോഴത്തെ പേര് ആന്റിസിപ്പേറ്റഡിന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ള പിടിക്കുന്ന പോലെ ഇതിനകത്തുനിന്ന് ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പൗസ്, അതായത് ജോഡികൾ, അതായത് ഒരു ഹസ്ബൻഡിനും വൈഫിനും ചേർന്ന് ഒരുമിച്ച് സുരക്ഷ കിട്ടുന്ന ഒരു പോളിസിയാണിത്. ഇറ്റ് ഈസ് എ ജോയിന്റ് ലൈഫ് എൻഡോമെന്റ് അഷുറൻസ് ഇൻ വിച്ച് one of the spouses should be eligible for PLA policy. അതിനകത്ത് ആ രണ്ടുപേർക്കും എലിജിബിലിറ്റി വേണ്ട. ആ ജോഡിയിൽ ഒരാൾക്ക് ആ PLAയുടെ എലിജിബിലിറ്റി മതി. പിന്നെ ഇത് ഒറ്റത്തവണ അടവാണ് പ്രീമിയം. ഒറ്റത്തവണ പ്രീമിയം അടച്ചാൽ മതി നമ്മൾ ഈ FT ഒക്കെ അടയ്ക്കുന്ന നമുക്ക്. പിന്നെ ഇതിന്റെ മിനിമം സമ്മഷോർഡ് 20,000, മാക്സിമം 50 ലക്ഷം നേരത്തതുപോലെ തന്നെ. മിനിമം ഏജ് ആൻഡ് മാക്സിമം ഏജ് അറ്റ് എൻട്രി ഓഫ് സ്പൗസസ് 21 to 45 ഇയേഴ്സ്. മാക്സിമം ഏജ് ഓഫ് എൽഡർ പോളിസി ഷുഡ് നോട്ട് ബി 45 ഇയേഴ്സ്. അതായത് ഈ കപ്പിൾസിന്റെ വയസ്സെന്ന് പറയുന്നത് 21 വയസ്സിനും 45 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ എൽഡർ പോളിസി ഹോൾഡർ ഉണ്ടല്ലോ, മുതിർന്ന, അയാളുടെ മാക്സിമം ഏജ് 45 കുറേ കൂടരുത്. എന്നുവെച്ചാൽ 21നും 45നും ഇടയിലായിരിക്കണം ആ ഒരു സ്പൗസിന്റെ ജോഡിയുടെ വയസ്സ് പോകുന്നത്. പിന്നെ ലോൺ ഫെസിലിറ്റി 3 വർഷം കഴിഞ്ഞ്. ബോണസ് എന്ന് പറയുന്നത് 52 ആണ്. 1000 രൂപയ്ക്ക് 52 ആണ് ബോണസ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് 6-മത്തത് ചിൽഡ്രൻ പോളിസി, ബാൽ ജീവൻ ബീമ. ബാൽ ജീവൻ ബീമ എന്ന് പറയുമ്പോഴത്തേക്കും പേരിൽ നിന്ന് അറിയാം പിള്ളേർക്കുള്ളതാണ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്
5 to 20 ഇയേഴ്സ് 5 to 20 ഇയേഴ്സ് ഉള്ള പിള്ളേരാണ്. ദ സ്കീം പ്രൊവൈഡ്സ് ലൈഫ് ഇൻഷുറൻസ് കവർ ടു ചിൽഡ്രൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ്. അതായത് പോളിസി ഹോൾഡേഴ്സിൻ്റെ ചിൽഡ്രൻ ആണത് ഈ ഒരു ഇൻഷുറൻസ് കവർ ലഭിക്കുന്നത്. പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും WLAയോ അതായത് ഹോൾ ലൈഫ് അഷുറൻസോ അല്ലെങ്കിൽ എൻഡോമെന്റ് അഷുറൻസോ എടുത്തിട്ടുള്ള പോളിസി ഹോൾഡേഴ്സിൻ്റെ മക്കൾക്ക്. മാക്സിമം 2 ചിൽഡ്രൻ ഓഫ് പോളിസി ഹോൾഡർ ആർ എലിജിബിൾ. അതായത് അങ്ങനെയുള്ളൊരു പോളിസി ഹോൾഡറിൻ്റെ 2 മക്കൾക്ക് ഇതെടുക്കാം, മാക്സിമം 2 മക്കൾക്ക്. പിന്നെ അടുത്ത പറയുന്നതിൻ്റെ തുകയുടെ ഇങ്ങേറ്റം അങ്ങേറ്റം മിനിമം 20,000 രൂപയാണ്. മാക്സിമം സം അഷ്യോർഡ് 3 lakhs ഓർ ഈക്വൽ ടു സം അഷ്യോർഡ് ഓഫ് ദ പേരന്റ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് മിനിമം 20,000, കൺഫ്യൂഷൻ ഇല്ല. മാക്സിമം എന്ന് പറയുന്നത് 3 lakh ആണ്. അല്ലെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ വരുവാണ്, അല്ലെങ്കിൽ ആ ഒരു പോളിസി ഹോൾഡറിൻ്റെ മക്കൾക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ പോളിസി ഹോൾഡർ എടുത്തിരിക്കുന്ന ആ ഒരു പോളിസിയുടെ സമ്മഷോർഡോ അല്ലെങ്കിൽ 3 lakh ഏതാണോ കുറവ് അതാണ് ചിൽഡ്രൻസ് പോളിസിയുടെ മാക്സിമം ലിമിറ്റായിട്ട് വരുന്നത്. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും സിമ്പിളാണ്. അതായത് 20,000 to 3 ലക്ഷം ആണ് അതിൻ്റെ ആ ഒരു സമ്മഷോർഡിൻ്റെ ലിമിറ്റുകൾ. പക്ഷേ ആ പോളിസി ഹോൾഡറിൻ്റെ സമ്മഷോർഡ് ഒന്ന് കണക്കൂട്ടും നമ്മൾ. അതാണോ കുറവ്, 3 lakh ആണോ കുറവ്, അതായിരിക്കും മാക്സിമം ലിമിറ്റായിട്ട് വരിക. പോളിസി ഹോൾഡർ അല്ലെങ്കിൽ പേരൻറ് ഷുഡ് നോട്ട് ബി ഓവർ 45 years ഓഫ് ഏജ്. അതായത് ആ പേരൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പോളിസി ഹോൾഡർ എന്ന് പറയുന്നത് അയാളുടെ വയസ്സ് 45 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നെ അടുത്ത പറയുന്നത് ഇതിൻ്റെ ബോണസാണ്. 52 രൂപയാണ് എൻ്റെ ബോണസ്. 1000-ന് 52 രൂപ ബോണസ് കൊടുക്കുന്നുണ്ട്. നോ സറണ്ടർ, നോ ലോണും ഇല്ല, സറണ്ടറും ഇല്ല. നോ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ചൈൽഡ് ഈസ് നെസസറി. ചൈൽഡിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എത്ര ആകുമ്പോഴത്തേക്കും നമ്മൾ PLA കവറായിരിക്കുകയാണ്. ഓക്കെ, അടുത്ത കുറച്ച് സിമ്പിൾ ടേമുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാമേഴ്സിൽ കൊടുത്തിരിക്കേണ്ടത്. അതായത് റിബേറ്റ് ഉണ്ട്. അതായത് 6 അഡ്വാൻസ് ഡെപ്പോസിറ്റിന് PLAയിൽ 6 മാസത്തെ തുക അഡ്വാൻസ് ആയിട്ട് നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്കും, നമ്മളല്ല കസ്റ്റമർ അടയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ റിബേറ്റ് കൊടുക്കും. 1% റിബേറ്റാണ് അത് കൊടുക്കുന്നത്. 12 മാസത്തെ അടയ്ക്കുകയാണെങ്കിൽ 2% റിബേറ്റാണ് കൊടുക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ PLAയുടെ കേസിൽ ഏജ് പ്രൂഫായിട്ട് മേടിക്കുന്ന എന്തൊക്കെ, അഡ്രസ് പ്രൂഫായിട്ട് മേടിക്കുന്ന എന്തൊക്കെ, മാരേജ് പ്രൂഫായിട്ട് മേടിക്കുന്ന എന്തൊക്കെ, ഇൻകം പ്രൂഫായിട്ട് മേടിക്കുന്ന എന്തൊക്കെ. ഏജ് പ്രൂഫായിട്ട് മേടിക്കുന്ന നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കും, പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഇതൊക്കെയാണ് ഏജ് പ്രൂഫായിട്ട് മേടിക്കുന്നത്. അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ല്, ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് മേടിക്കുന്നത്. പിന്നെ അത് അടുത്തത് മാരേജ് പ്രൂഫ്, യുഗൾ സുരക്ഷ, മറ്റേ ജോയിൻറ്റ് ലൈഫ് അഷുറൻസിനകത്തൊക്കെ സ്പൗസസിൻ്റെ കാര്യം വരുമല്ലോ. അപ്പം നമ്മൾ മാരേജ് പ്രൂഫ് മേടിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് അതിനകത്ത് പറയുന്നത്. മാരേജ് അഫിഡവിറ്റ് ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻകം പ്രൂഫായിട്ട് സാലറി സ്ലിപ്പ് മേടിക്കും, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ മേടിക്കും. ഓക്കെ, അപ്പോൾ എത്ര ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയി PLA.